എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് വന്നു. ഇതിൽ പലരും ഷോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെന്നത്. അതായത് പൊങ്കാല ഇടുമ്പത്തിനും ക്യാമറ ഫ്രണ്ടിലേക്ക് വരുമ്പത്തിനും ഓരോ എക്സ്പ്രഷൻ ഇടുക, ദൈവം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അവിടെ പരിപാടി. ഇതിലെപ്പോഴും ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന ഒരു നടിയാണ് മുമ്പില്. പുള്ളിക്കാരിക്ക് എപ്പോഴും ഏത് വേദി ചെന്നിട്ടുണ്ടെങ്കിലും ബോഡി വിത്ത് മസിൽസ് കാണിക്കണം. ഇതിൽ ക്യാമറ എടുക്കുന്ന ആൾക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പത്തിനും ഇവർ ഓരോ എക്സ്പ്രഷൻ ഇടുവാണ്. അവരോട് മര്യാദയ്ക്ക് ഞാൻ പൊങ്കാല ഇടുവാണ്, ഇപ്പൊ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞാൽ അവർ പോകും. പക്ഷെ ഇവരതൊന്നും പറയുന്നില്ല, അവരെടുത്തോട്ടെ നോർത്തോട്ടെ നിൽക്കുകയാണ്. സത്യം പറയുവാണെങ്കിൽ പൊങ്കാല എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്താണ്, ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല. പൊങ്കാല ഇടുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ പെറുക്കി അടുത്തുള്ളവർക്ക് കൊടുക്കുവാണ്. അവർക്കെല്ലാം കൊടുത്തിട്ട് അതിന്റെ ഉച്ചിഷ്ടമാണ് ദൈവം കഴിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്നത് ചിപ്പി എന്ന് പറഞ്ഞ നടിയുടെ കൂടെ ഉള്ള ഒരാള് ക്യാമറ ചെയ്യുന്ന ആളുകളോട് ചൂടാവുന്നുണ്ട്. കാരണം അവരുടെ കാര്യം പറയുന്നുണ്ട്, അപ്പോഴത്തേനും ക്യാമറ ചെയ്യുന്ന ആൾക്കാർ മാറിപ്പോകുന്നുണ്ട്. അവരുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ക്യാമറ ഷൂട്ട് ചെയ്യാന്നുള്ളത് അവരുടെ ജോലിയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, അവരത് അക്സെപ്റ്റ് ചെയ്യും. എന്തെങ്കിലും ആഗ്രഹമൊക്കെ സാധിക്കാനും സാധിച്ച ആഗ്രഹത്തിന് നന്ദി പറയാനും ഒക്കെയാണ് പൊങ്കാല ഇടുന്നത്. എന്നിട്ട് മാധ്യമപ്രവർത്തകർ അവരോട് ഇന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് ആഗ്രഹമാണ് സാധിക്കാനുള്ളതെന്ന്. അവരത് പറയുമോ? അത് അവർക്ക് വിശ്വാസമുള്ള ദൈവത്തോട് പറയാനാണ് വന്നത്, നിങ്ങളോട് പറയാനല്ല. ഇതിന്റെ അടുത്തൊരു ചേച്ചിയൊക്കെ ഇരിപ്പുണ്ട്. ആ ചേച്ചിക്ക് മാന്യമായിട്ടാണ് ഡ്രസ്സ് ഇട്ടേക്കുന്നത്. പല ഉദ്ഘാടന ചടങ്ങിലും പോകുമ്പത്തിനും വളരെ മോശമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം അത് അവരുടെ ഇഷ്ടമാണ്. ഇതൊരു അമ്പലമാണ്. ഇത് ചേച്ചിയുടെ എത്രാമത്തെ പൊങ്കാലയാണെന്ന് ഓർമ്മയിലെ ഓർമ്മ വെച്ച കാലം തൊട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ഇതെന്റെ വീട് തന്നെയാണല്ലോ. എന്റെ വീട് ആറ്റുകാലായോണ്ട് ഇതെന്റെ പാരന്റൽ വീടാണ്. സോ എനിക്കൊന്ന് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇടുന്നുണ്ട് പൊങ്കാല. സോ എത്രാമത്തെ പൊങ്കാലയുടെ ചോദിച്ചാൽ പെട്ടുപോകും നമ്മള്. ഓർമ്മ വെച്ച കാലം മുതൽ പൊങ്കാല ഇടാൻ തുടങ്ങിയതാണ്. ഇതുവരെ സാരി മര്യാദയ്ക്ക് ഉടുക്കാനായിട്ട് അറിയത്തില്ല. ഈ അമ്പലത്തിലൊക്കെ പോകുന്നത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അവിടെയൊക്കെ പോകുമ്പോഴത്തേനും ഒരു മര്യാദയുണ്ട്. അത് ഡ്രസ്സിങ്ങിലും ഉണ്ട്, പെരുമാറ്റത്തിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ആറ്റുകാലില് പൊങ്കാല ഇട്ടപ്പത്തിനും ഒരു കുട്ടിയുടെ കൈ പൊള്ളിയായിരുന്നു. അതിനെക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞോ? അതായത് നല്ല രീതിയിൽ പൊള്ളിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനെക്കുറിച്ച് ഒരു ന്യൂസും വന്നിട്ടില്ലായിരുന്നു. കാരണം വരത്തില്ല, കാരണം എല്ലാവരും സെലിബ്രിറ്റീസിന്റെ പുറകെയാണ്. ചിപ്പിക്ക് ഇവിടെ മാത്രമല്ലടേ, തമിഴ്നാട്ടിലും ഉണ്ട് പിടി. ഈ മരണ വീട്ടിലൊക്കെ സെലിബ്രിറ്റീസ് ചെല്ലുമ്പോഴത്തേനും അവരുടെ അടുത്തേക്ക് ആളുകൾ ബഹളം വെച്ച് ചെല്ലുന്ന കണ്ടിട്ടില്ലേ? ഇതൊക്കെ നോർമലാണ്. കാരണം ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെല്ലുന്നത്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചടങ്ങുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേനും അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നത് ഇവരുടെ അറിവില്ലായ്മയായിരിക്കാം. ഇപ്പൊ സിനിമയൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് പൊങ്കാലയില് ഇവിടെ ട്രിവാൻഡ്രത്ത് വരാൻ പറ്റും. അതായത് പൊങ്കാലയ്ക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് ആള് കൂടുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞു, അതാണ് വന്നത്. വന്ന ആഗ്രഹം സാധിച്ചോ ഇല്ലയോ അതൊന്നും നമുക്ക് അറിയത്തില്ല. സത്യം പറയുകയാണെങ്കിൽ സെലിബ്രിറ്റീസിന് മാത്രമേ ഉള്ളൂ ഈ ഷോ ഓഫ്. വേറെ ആർക്കും അവിടെ ഒരു ഷോ ഓഫും ഇല്ല. അവിടെ പൊങ്കാലയിടുന്ന ഒരുപാട് പ്രായമുള്ള ആളുകളും ഒരുപാട് ദൂരെ നിന്ന് വരുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അവരുടെ അടുത്തൊന്നും ക്യാമറ കൊണ്ട് ഇവർ ചെല്ലത്തില്ല, കാരണം റേറ്റിംഗ് കിട്ടത്തില്ല. ക്യാമറ നമ്മുടെ അടുത്ത് വരുന്ന കണ്ടില്ലെങ്കിൽ ഒരു പോസാണ്, ക്യാമറ നമ്മുടെ അടുത്ത് വന്നെന്ന് കാണുമ്പോഴത്തേനും മറ്റൊരു പോസാണ്. ക്യാമറ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴത്തേനും മറ്റൊരു പോസിലേക്ക് നമ്മൾ മാറും. അതാണ് ആറ്റുകാൽ പൊങ്കാലയിൽ സംഭവിക്കുന്നത്. ഈ തവണ പൊങ്കാല കൊണ്ടുപോയത് ഇത്രയും നടികളാണ്. അടുത്ത തവണ കണ്ടോ ഹണി റോസ് അടക്കം വരും. അതായത് എല്ലാ സെലിബ്രിറ്റീസും വരും. ഇനി പൊങ്കാല സെലിബ്രിറ്റീസിനെ കൊണ്ട് നിറയും, കാരണം ഇത്രയും ട്രെൻഡിങ് ആയിരിക്കുകയാണ് പൊങ്കാല. എന്റെ അഭിപ്രായത്തിൽ ക്യാമറ ഷൂട്ടിംഗ് ഒക്കെ നിയന്ത്രിച്ചിട്ട് പൊങ്കാലയുടെ വഴിക്ക് പോവുക, അല്ലാതെ സെലിബ്രിറ്റീസിനെ കൊണ്ടുള്ള ആക്കലാക്കരുത് പൊങ്കാല. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.